ഇത് സംഭവം എന്നാ? എടാ മോനെ, ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം അതുപോലെ സംഭവിച്ചു. എന്താ പോട്ടാ? ജാओ काम करो. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞിട്ടില്ലേ, റോഡ് നന്നാക്കുമ്പോൾക്ക് ഇത് വെട്ടിപ്പൊളിക്കാൻ ആൾ വരുന്നു. ഇതാ വരുന്ന പിക്കാസും കൈക്കോട്ടും കുറച്ചക്കറിലായിട്ട് വരുന്ന കൂടെ ഒരു എഞ്ചിനീയറും. അല്ല, എന്നാട്ടാ പ്രശ്നം? അവിടെ ഒരു പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ലീക്കാകുന്നുണ്ട്, അത് ശരിയാക്കാൻ വേണ്ടി വന്നാ. അല്ല സാറേ, ഈ വെള്ളം പാഴാന്ന് പറഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞു. അന്നേരം നിങ്ങൾക്ക് നന്നാക്കാൻ സമയം കിട്ടിയിട്ടില്ലല്ലോ. ഇപ്പോൾ ഈ റോഡ് നന്നാക്കി വൃത്തിയാക്കിയ സമയത്താണ് നിങ്ങൾക്ക് കുത്തിപ്പൊളിക്കാൻ സമയം കിട്ടി നിങ്ങൾക്ക്. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടി? അല്ല, ഞാൻ അറിയാമല്ലോ ചോദിക്കുക. നിങ്ങൾ ഓഫീസും PWDൻ്റെ ഓഫീസും ഒരേ ബിൽഡിങ്ങിനല്ലേ? നിങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ധാരണയിൽ എത്തിക്കൂടെ? ഈ റോഡ് വൃത്തിയാക്കുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾക്ക് ഈ കുത്തിപ്പൊളിക്കാൻ സമയം കിട്ടി? ഇവരെ സ്ഥിരം പരിപാടി തന്നെയല്ലേ? റോഡ് നന്നാക്കുക, കുത്തിപ്പൊളിക്കുക, ആദ്യം നന്നാക്കുക, ആദ്യം പൊളിക്കുക. പിന്നെ വേറെ പണി വേണ്ടേ ഇവർക്ക്? ഞാനിപ്പോ ആഹാ, അത് ശരി. ഈ റോഡ് കുത്തിപ്പൊളിക്കുന്നതൊക്കെ ശരി. ഈ റോഡ് എങ്ങനെയാണോ അതേപോലെ ശരിയാക്കിയിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ സമ്മതിക്കില്ല. ആരോട് പറയേ, ആര് കേൾക്കേ? നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ? പാവങ്ങളായ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി സർക്കാർ നീക്കിവെച്ചിട്ടുള്ള വൻതുകകൾ ഗ്രാമങ്ങളിലെ ജനകീയ കമ്മിറ്റികളിൽ കൺവീനർമാരായി കടന്നുകൂടിയിട്ടുള്ള ഇടത്തട്ടുകാർ അവതരിക്കുകയും ആ തുക ഓഫീസർമാരും കരാറുകാരും പങ്കിട്ടെടുക്കുകയും ചെയ്തു.